നമസ്കാരം. പ്രധാന സേവകൻ നരേന്ദ്രമോദിയും ബംഗാളിലെ പല്ലുകൊഴിഞ്ഞ പൂച്ച മമതാ ബാനർജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണമെങ്കിൽ ഇരുവരെയും നന്നായി അറിയണം. അത്തരത്തിലൊരു സംഭവമാണ് അടുത്തിടെ നടന്നത്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സ്ഥാനാർത്ഥികളെയും അനുയായികളെയും പരിഹസിച്ചുള്ള മീമുകൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു മീം വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ആ വീഡിയോയുടെ സൃഷ്ടാവിനെ തിരിഞ്ഞൊന്നും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘം ഇറങ്ങി തിരിച്ചിട്ടില്ല. കാരണം അതൊരു കലയാണ്. അത് നമ്മുടെ പ്രഥമ സേവകനും ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ ആ കലാകാരനെയും കലയെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ വൈറലാവുന്നത്. മാസ് എൻട്രി നടത്തി സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നതാണ് വീഡിയോയിൽ ഉള്ളത്. മീം വൈറലായതോടെ മീമിന്റെ സൃഷ്ടാവിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം പരിഹാസത്തെയും കലയായി അംഗീകരിച്ച് ആസ്വദിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എൻ്റെ നൃത്തം നന്നായി ആസ്വദിച്ചു. ഇത്തരം സർഗാത്മക കഴിവുകൾ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി തന്നെ ഈ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചത്. കൃഷ്ണ എന്ന എക്സ് ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ താൻ പോസ്റ്റ് ചെയ്യുന്നു കാരണം ഡിറ്റക്ടേഴ്സ് എന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന ഉറപ്പ് എനിക്കുണ്ട് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറുഭാഗത്തോ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ മീം വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മീമിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ വ്യാപക പരിശോധനയാണ് ബംഗാളിൽ നടക്കുന്നത്. മീം നിർമ്മിച്ച വ്യക്തിയുടെ പേരും വിലാസവും നൽകിയില്ലെങ്കിൽ സർക്കാർ കടുത്ത നടപടിയെടുക്കുമെന്നാണ് പോലീസ് നിർദ്ദേശം. ഇതിനെതിരെ പരിഹാസങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വീഡിയോയെ കലയായി എടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വീഡിയോ എടുത്തിരിക്കുന്ന വ്യക്തിയെ തിരഞ്ഞ് പോലീസ് നടക്കുകയാണ്. ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ലെന്നും ഇതിനെ തമാശ രൂപത്തിൽ എടുത്താൽ മതിയെന്നുമാണ് പ്രധാനമന്ത്രി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.